ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷീ മാഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം നോമ്പിൻ്റെ നനച്ചുള്ളി പരിപാടികളൊക്കെ എല്ലാവരും ഇവിടെ എത്തി. അപ്പം ഞങ്ങളത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. ഇപ്പോൾ ദാ നമ്മൾ ഉള്ള സമയത്ത് ബാക്കിയുള്ളത് തീർക്കാമെന്ന് വിചാരിക്കുകയാണ്. ഫുൾ ടൈം ഇരുന്ന് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യാൻ വിചാരിക്കുകയാണ്. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയിലാണ് കേട്ടോ. വേറൊന്നുമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഫാമിലിയിൽ ഒരു മരണം നടന്നു. അപ്പം അതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസം സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സാരമില്ല, നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ജോലിയുള്ള ദിവസമാണ്. മക്കൾക്ക് ഇന്ന് സ്കൂളിൽ ലീവുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് പൊടികളൊക്കെ ആക്കാനുള്ള മല്ലിയും മുളകും മഞ്ഞളും വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഉണക്കാൻ വെക്കണം. ഇന്ന് ജോലിയുള്ള ദിവസമാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിന്ന് രാവിലെ പോകുന്നില്ല. സാധാരണ ഞാൻ രാവിലെ പോവാറാണ് പതിവ്. ഇപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്കേ വരുന്നുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി എടുക്കാമെന്ന് പറഞ്ഞ് ഇക്കാണ് രാവിലെ പോയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയമുണ്ട്. അല്ലാതെ ഇനിയിപ്പം ശനി ഞായറൊക്കെ കാത്തുനിന്ന് കഴിഞ്ഞാൽ അന്നൊന്നും നടക്കില്ല. ഞായറാഴ്ച ഞാൻ അവിടെ സ്ഥലത്തുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ കിട്ടുന്ന സമയത്ത് മാക്സിമം ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്ലാന്. അപ്പോൾ ഇതാ ഞാനൊരു എക്സ്പെരിമെൻറ്റിന് മുതിരുകയാണ് കേട്ടോ. കാരണം ഇതിലിട്ടിട്ട് ഇങ്ങനെ കഴുകാം എന്നുള്ളത് ഒരു ഐഡിയ വന്നപ്പം അതിലങ്ങോട്ട് കഴുകാമെന്ന് വിചാരിച്ചു. സിങ്കിലിങ്ങനെ വെള്ളം പിടിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം കേട്ടോ, ഇപ്പോഴത്തെ പുതിയ സിങ്കിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലിട്ടങ്ങ് കഴുകാമെന്ന് വിചാരിച്ചു. ഈ ചെമ്പും പാത്രങ്ങളൊക്കെ മുകളിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു എളുപ്പപ്പണി എന്നുള്ള രീതിയിലാണ്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ മറ്റേതിൻ്റെ അത്ര വലിയ സുഖമൊന്നുമില്ല. മക്കൾക്ക് ഇതൊക്കെ കണ്ടപ്പം ഭയങ്കര കൗതുകം കേട്ടോ. കാരണം സിങ്കിലിട്ടിട്ട് കഴുകുന്നത് ഒരു തരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ സിങ്കിലിട്ടിട്ട് കഴുകണതിന് കുഴപ്പമൊന്നുമില്ല. നല്ലോണം വൃത്തിയാക്കി കഴുകണം കേട്ടോ സിങ്ക്. ഞാൻ 2 പ്രാവശ്യം നല്ലോണം ബ്രഷൊക്കെ ഇട്ടിട്ട് കഴുകി, പിന്നെ ഒരു തവണ മറ്റേ സ്ക്രബ്ബർ ഇട്ട് കഴുകി, അങ്ങനെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതിലിട്ട് കഴുകാൻ മുതിർന്നത്. അപ്പോൾ അതാ മല്ലി ഫസ്റ്റ് തന്നെ കഴുകി ഊറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ട്രിപ്പിൽ മുളകാണ് കേട്ടോ കഴുകുന്നത്. മുളക് ഇപ്പം അടുത്താണ് കേട്ടോ സത്യം പറഞ്ഞാൽ മുളകൊക്കെ കഴുകിയിട്ട് ഉണക്കാൻ തുടങ്ങിയത്. മുമ്പൊന്നും കഴുകി ഉണക്കണ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഉമ്മാണ് പറഞ്ഞത് കഴുകാതെ ഒരിക്കലും ഉണക്കരുത്, കാരണം ഇത് എവിടെയൊക്കെ ഇട്ട് വരുന്നതല്ലേ. എന്തായാലും 2-3 പ്രാവശ്യമെങ്കിലും കഴുകി ഊറ്റിയിട്ടേ മുളകൊക്കെ ഉണക്കാൻ പാടുള്ളൂ, പൊടിപ്പിക്കാൻ പാടുള്ളൂ എന്നൊക്കെ. പിന്നെ ഈ പൊടിപ്പിക്കുന്നത് തന്നെ വളരെ കുറവാണ്. എന്തുകൊണ്ട് വീട്ടിൽ ഇതേപോലെ മുളക് വാങ്ങി ഉണക്കി പൊടിപ്പിക്കുന്ന കേട്ടോ എന്തുകൊണ്ട് നല്ലത്. പക്ഷെ നമ്മളെ സൗകര്യം നോക്കിയിട്ട് എപ്പോഴും പാക്കറ്റുള്ളത് പോയി വാങ്ങാറാണ് കേട്ടോ പതിവ്. പക്ഷേ അതിൽ കുറേ മായം ചേർത്തിട്ടുണ്ടാവും ചിലതിലൊക്കെ. ചിലതാണെങ്കിൽ നമ്മൾ ഇതേപോലെ വൃത്തിയിലൊന്നും ഉണക്കി പൊടിക്കുന്നതായിരിക്കില്ല. അപ്പോൾ നമുക്ക് തൃപ്തിയോടുകൂടി ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അതായത് കണ്ടോ, ഈ പാക്ക് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതിൻ്റെ കുറച്ച് അരികൾ, അതായത് ഇതിൻ്റെ വിത്തൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് വിത്തിലിട്ടാൽ നല്ല അടിപൊളിയായിട്ടുള്ള മുളകിൻ്റെ തൈ ഉണ്ടാവും കേട്ടോ. നല്ല മുളക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ഇതേപോലെ കിട്ടിയിട്ടുള്ള അതിൻ്റെ വിത്തുകളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ 2 ടൈപ്പ് മുളകാണ് കേട്ടോ പൊടിപ്പിക്കാൻ വാങ്ങിയത്. ഒന്ന് സാധാ മുളകും, ഒന്ന് കാശ്മീരി മുളകും. ഇതിപ്പോൾ കാശ്മീരി മുളക് കേട്ടോ, അതായത് പിരിയം മുളക് എന്ന് പറയുന്ന സാധനം. ഇതിന് എരിവ് കുറവായിരിക്കും, കളറ് കൂടുതലായിരിക്കും, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ സാധാരണ മുളകിൻ്റെ കൂടെ ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് പൊടിപ്പിക്കുന്നത്. അതാകുമ്പോൾ ഇവിടെ അത്ര എരിവ് പറ്റുന്ന ആൾക്കാരല്ല എനിക്ക് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എരിവ് വേണം, കുറച്ച് ഒരു മീഡിയം എരിവ് വേണം, എന്നാൽ നല്ല കളറും വേണം. അതുകൊണ്ടാണ് ഇത് 2 മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ അകത്തു നിന്ന് കിട്ടിയ അരി ഞാൻ മാറ്റി വെച്ചാണ്. ഇത് ഉണക്കാനായിട്ട് ഓപ്പൺ ടെറസിലാണ് കേട്ടോ ഇടുന്നത്. ഓപ്പൺ ടെറസിൽ നല്ല വെയിലാണ്. അതുമല്ല നമ്മളിങ്ങനെ നിലത്തിടുമ്പോൾ കോൺക്രീറ്റിൻ്റെ ചൂടും കൂടി ഉണ്ടാവില്ല. അപ്പം 2 സൈഡിൽ നിന്നും ചൂട് തട്ടുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിക്കോളും. അതുകൊണ്ട് ഞാൻ ഈ ഓപ്പൺ ടെറസിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. മഞ്ഞൾ അതേപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലാട്ടോ, നല്ല വൃത്തിയുള്ള കാർഡ്ബോർഡാണ്. വേറൊരു പാത്രത്തിൽ വെക്കാത്തത് എന്താ വെച്ചാൽ മുമ്പ് എനിക്കൊരു പണി കിട്ടിയാണ്. കാരണം ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീൽ പാത്രം പറ്റ നാശമായിപ്പോയി. എനിക്കറിയില്ല വെയിൽ കൊണ്ടിട്ടാണോ ഇനി മഞ്ഞളുടെ എന്തെങ്കിലും റിയാക്ഷനാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ പറ്റ നാശമായിപ്പോയി. അതിന് ശേഷം ഞാൻ ഈ പാത്രത്തിൽ വെക്കണ പരിപാടി നിർത്തിയിട്ടോ.
പിന്നെ അതാ മുളക് രണ്ടും കൂടി മിക്സ് ചെയ്താട്ടോ ഞാൻ. എന്നിട്ട് ഇത് അടിയിൽ പായൊക്കെ വിരിച്ചതിൻ്റെ മുകളിൽ വേറെ തുണിയൊക്കെ വിരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വിരിക്കുന്നത്. പിന്നെ ഇവിടെ ഭയങ്കര കാറ്റാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര കാറ്റാട്ടോ ഓപ്പൺ ടെറസിൽ. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ തുണി അടക്കം പാറിപ്പോകും. അതുകൊണ്ട് മുളകിൻ്റെ മുകളിൽ ഒരു ടൈൽസിൻ്റെ പീസും വെച്ചു. ഇതിൻ്റെ മുകളിൽ കാക്കൻ്റെ ഡംബൽസും ആട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് മുളക് ഉണക്കാനിട്ട് അടുത്ത ഭാഗത്ത് മല്ലി ഇതേപോലെ ഉണക്കാനിടാണ് കേട്ടോ. അപ്പോഴാണ് ഞാനിതിങ്ങനെ വിരിച്ചിടുന്ന സമയത്താണ് എൻ്റെ ബേബിയോട് വന്ന് എന്തൊക്കെയോ കോമഡി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവർ ആ സമയത്ത് താഴെ ഇരുന്ന് കളിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ലീനിങ് പരിപാടികളൂടി ചെയ്യണം. അപ്പോൾ ഇവരുടെ സ്കൂളിൽ നിന്ന് എന്തോ ടീച്ചേഴ്സ് എന്തോ മീറ്റിംഗ് എന്തോ കാര്യമായിട്ട് ഇവർക്ക് സ്കൂളിൽ നിന്ന് അവധിയാണ്. അപ്പം ഇവർ കൂടി ഉണ്ടായത് എനിക്കൊരു ഭയങ്കര ഹെൽപ്പായിട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ അതാ നമ്മളെ ഈ ഉണക്കാനിട്ട പരിപാടികളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം നോക്കിയാൽ മതി. പക്ഷെ എനിക്ക് തോന്നില്ല ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടുമെന്ന്, കാരണം മുളകൊക്കെ കഴുകിയുണ്ട്, നന്നായിട്ട് ഉണങ്ങേണ്ടി വരും. അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നു. ഇന്ന് ക്ലീൻ ചെയ്യുന്നത് ലിവിങ്ങും ഡൈനിങ് ഹാളും ആട്ടോ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഓപ്പൺ ടെറസ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ക്ലീൻ ചെയ്തത്. അപ്പോൾ അതാ ലിവിങ്ങിലുള്ള ഈ സാധനങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുകയാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഒരു പൊടി തട്ടുന്ന ബ്രഷിലെ മൈക്രോ ഫൈബർ പോലത്തെ ഒരു മെറ്റീരിയൽ അല്ല കേട്ടോ. ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനത്തിൻ്റെ മുകളിൽ മാറാലയും പൊടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പേടിച്ചും കൊണ്ടാണിത് ഇങ്ങനെ തട്ടുന്നത്, കാരണം ഇത് ഗ്ലാസിൻ്റെ ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല പേടിയുണ്ട്, കാരണം ഒരു നൂലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. എങ്ങാനും നിലത്ത് വീണ് പൊട്ടുമോ എന്നുള്ള പേടിച്ചിട്ട് പതുക്കെ കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ബാക്കി മാറാല് തട്ടുന്ന പരിപാടിയൊക്കെ എൻ്റെ ഇഷുമോനാട്ടോ ചെയ്തത്. അപ്പോൾ കുട്ടികളുണ്ടായത് എന്തുകൊണ്ട് ഭയങ്കര ഹെൽപ്പായിട്ടോ. ഇടയ്ക്ക് കുരുത്തക്കടകളൊക്കെ ഒപ്പിക്കെങ്കിലും എന്നാലും ഭയങ്കര സഹായം തന്നെയാണ്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ സോഫയൊക്കെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് നനച്ചിട്ടുള്ള മൈക്രോ ഫൈബർ വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. നമ്മളെ സോഫ നനച്ച് തുടച്ചാൽ കുഴപ്പമില്ലാത്ത ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ അത് ഭയങ്കര കാര്യമായിട്ടോ, കാരണം നല്ലോണം പൊടി പിടിക്കും. നമ്മൾ ഓൾവേസ് ഓൾ ദ ടൈം ഈ ജനലൊക്കെ ഓപ്പൺ ആയിരിക്കും, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ജനലൊക്കെ ഓപ്പണാക്കി ഇടുമ്പോൾ ഉള്ള പ്രശ്നം, പൊടി നല്ലോണം അകത്ത് കയറും. അപ്പോൾ ഇതിൻ്റെ ഇടഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടാകും. ഇതിൻ്റെ ബാക്ക് സൈഡ് അങ്ങനെയൊക്കെ എല്ലാ സ്ഥലത്തും നല്ല പൊടി പിടിക്കുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതാ സോഫയൊക്കെ തുടച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് ഈ ജനലുകളൊക്കെ തുടയ്ക്കുക എന്നുള്ള കേട്ടോ. ഈ ലിവിങ്ങിൽ ഒരു സെറ്റ് ജനലാണുള്ളത്, 3 ഡോറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് തുടയ്ക്കണം. ഇതിൻ്റെ ഈ ഗ്രിൽസും അതിൻ്റെ ആ ഫ്രെയിമുമാണ് തുടയ്ക്കുന്നത്. ശരിക്കും പുറത്തത്തെ ആ ഗ്ലാസും ഡോറില്ലേ അതും കൂടി ഒന്ന് തുടയ്ക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അത് ശരിക്കും തുടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പൊടിയൊക്കെ കൂടി കട്ടാവുകയുള്ളൂ. അതിനേക്കാൾ നല്ല വെള്ളം അടിച്ച് കഴുകണമെന്ന് വിചാരിച്ചിട്ട് അതവിടെ മാറ്റി വെച്ചു. നമുക്ക് സമയം കിട്ടണ മാതിരി ഒന്ന് കഴുകിയേക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചാട്ടോ. അപ്പോൾ അത് ജനലൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം കർട്ടനുണ്ട്. കർട്ടനല്ല, ബ്ലൈൻഡ്സാണ്. അതും ഇതേപോലെ അതിൻ്റെ മുകളിലൊക്കെ പൊടിയാണ്. എന്താണെന്ന് അറിയില്ല, ഈ സമ്മർ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര പൊടി കൊണ്ടുള്ള ശല്യമാണ് കേട്ടോ. നമ്മളെ ഈ എന്താ പറയുക, 3 സൈഡും നമുക്ക് ഓപ്പണായി കിടക്കുന്ന ഏരിയ ആണ്. അതെല്ലാം നല്ല ഡസ്റ്റി ആയിട്ടുള്ള ഒരു ജോഗ്രഫിയാണ് നമ്മളെ ഈ ഒരു സ്ഥലത്ത്. ഫുള്ള് പൊടിയൊക്കെ പിടിച്ചിട്ടുള്ള മണ്ണ് ഇങ്ങനെ ഇളകിയ മണ്ണുള്ള സ്ഥലമായതുകൊണ്ട് നല്ലോണം പൊടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും പൊടിയാണ്. അപ്പോൾ ഇതാ കേർട്ടൻസൊക്കെ നന്നായിട്ട് ഞാൻ ഏറ്റവും താഴത്തേക്കുള്ള ഏരിയ ഞാൻ നനച്ചു കൊടുത്തു. മുകളിലോട്ടേക്കൊന്നൊന്നുമില്ല, കാരണം കേർട്ടൻസൊക്കെ എപ്പോഴും നമ്മൾ പൊന്തിച്ചിട്ടാണ് വെക്കുക. അപ്പോൾ അതുകൊണ്ട് ഉള്ളിലേക്കൊന്നൊന്നുമില്ല. അത് ഞാൻ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഈ ഡസ്റ്റർ കൊണ്ട് തട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിവിങ് ഏരിയയിലെ അത്രയും ഭാഗം പോർഷൻസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഡൈനിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലും ഇതേപോലെ 2 ലാമ്പുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇതേപോലെ ഒരു നൂലുമലാണ് നിൽക്കുന്നത്. ഈ പേടിച്ചും കൊണ്ടാണ് കേട്ടോ അത് തട്ടിയത്. അതും ഇതേപോലെ കഴിഞ്ഞതിന് ശേഷം ജനലും തുടച്ചെടുത്തു. പിന്നെ അവിടെ ഒരു സാധനം വിട്ടുപോയി, ഫാന് തുടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫാന് തുടയ്ക്കണമെങ്കിൽ നമുക്ക് എത്തില്ല, നല്ല ഹൈറ്റിലാണ് ഫാനുള്ളത്. അതുകൊണ്ട് ഇതേപോലെ ഒരു ടേബിൾ ഇട്ട് അതിൻ്റെ മുകളിൽ സ്റ്റൂളിട്ടിട്ടാണ് കയറുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കസർത്തുകളൊക്കെ കാണിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ ആളില്ലാത്തപ്പോൾ ഒന്നും ഇങ്ങനെ പോലെ ചെയ്യരുത്. എങ്ങാനും മറിഞ്ഞും കെട്ടി വീണ് കഴിഞ്ഞാൽ
ഒന്ന് വിളിച്ച് കൂവാൻ പോലും ആരും ഉണ്ടാവില്ല, നമ്മളവിടെ കിടക്കലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എത്ര ഉറപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളില്ലാണ്ട് ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഞാനിപ്പോൾ മക്കളുള്ളതും കൊണ്ട് ഞാൻ നല്ല ധൈര്യത്തിൽ കയറി കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഫാനും കൂടി തട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ള പണി അടിച്ചു വാരലാണ്. ഇപ്പം നന്നായിട്ട് നല്ലോണം പൊടി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് വെള്ളമൊക്കെ നിലത്ത് വീണെടുക്കണം. അപ്പം ഞാൻ ആ വെള്ളത്തിൻ്റെ ഭാഗം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഏരിയ മുഴുവനായിട്ട് കൊണ്ട് അടിച്ചെടുക്കുകയാണ്. പിന്നെ നമുക്ക് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാമല്ലോ. അപ്പോൾ ആ പണീൻ്റെ ഇടയിൽ കൂടി തന്നെ ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ചു വാരിയിരുന്നു കേട്ടോ. അപ്പോൾ ഡൈനിങ്ങും ലിവിങ്ങും ആണ് ക്ലീൻ ചെയ്യുന്നതെങ്കിലും ബാക്കിയുള്ള ഏരിയകളും ഒന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് തിരുമ്പാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ ചോറിൻ്റെ പരിപാടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ചോറും കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത്രയും സമയം എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് മാറ്റിയേക്കാം. ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ ചോറും കറിയൊക്കെ അങ്ങനത്തെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് വെക്കുക. പറ്റിച്ച വെള്ളം കൂടി കലക്കി വെക്കുക ഈ ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ. കാരണം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ടയർഡായി പോകും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്നും ചെയ്യാൻ യാതൊരു മൂഡും ഉണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഞാൻ ഡൈനിങ് ഏരിയയിൽ വാഷ് ബേസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ അടിയിൽ ഇതേപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്, അതൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഇനി അതാണ് ക്ലീൻ ചെയ്യുന്നത്. ബാക്കി ഏരിയാസൊക്കെ ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് റാക്കുകൾ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഞാൻ എൻ്റെ മാറ്റുകളും പിന്നെ കൈ തുടയ്ക്കുന്ന ടവലുകൾ, പിന്നെ എക്സ്ട്രാ കുറച്ച് സാധനങ്ങൾ, അതായത് സോപ്പ്, ടൂത്ത് പേസ്റ്റ്, പിന്നെ കുറച്ചധികം മെഡിസിൻസ്, ഓരോ കാര്യത്തിനുള്ള മെഡിസിൻസൊക്കെ നമ്മളെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ മെഡിക്കൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ട് മെഡിക്കൽ ഷോപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട ഒരുവിധപ്പെട്ട മെഡിസിൻസൊക്കെ നമ്മളെ കയ്യിലുണ്ടാവും. ഒരുവിധമൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കാറുണ്ട്. എടുക്കുമ്പോൾ കുട്ടികൾക്കുള്ള വീടായതുകൊണ്ട് അതും ഒരു അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് നമ്മളെ ഒരു സെപ്പറേറ്റ് മെഡിസിൻ ബോക്സ് ഉണ്ട്. അത്യാവശ്യം വേണ്ട ഒരു എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവരും വീട്ടിൽ സൂക്ഷിക്കേണ്ട ഒരു സാധനം തന്നെയാണ്. പെട്ടെന്നൊരു പനി വന്നു കഴിഞ്ഞാൽ, ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ, തലവേദന വന്നു കഴിഞ്ഞാൽ, ഒരു മുറി പറ്റിക്കഴിഞ്ഞാൽ, ഒന്ന് പൊള്ളി കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ട ഒരു അത്യാവശ്യം വേണ്ട ഒരു ചെറിയൊരു, നമ്മളത് കുറച്ച് വലുതാണ്, കുറച്ചധികം മരുന്നുകളൊക്കെ ഉണ്ട്. നമുക്ക് ഈ സാമ്പിൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ വീട്ടിൽ കൊണ്ടുവെക്കാറുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും വിചാരിച്ചിട്ട്, നമുക്കില്ലെങ്കിലും തൊട്ടടുത്ത വീട്ടിലുള്ളവർക്കെങ്കിലും ഹെൽപ്ഫുള്ളാവുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വയ്ക്കുന്നതാണ്. ഇത്രയും തോന്നില്ലെങ്കിലും ഒരു അത്യാവശ്യം കുറച്ച് സാധനങ്ങളുള്ളത് നല്ലതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഡോറും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. പിന്നെ താഴെ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഈ വാഷ് ബേസിനൊന്ന് കഴുകുകയാണ്. വാഷ് ബേസിന് യൂസ് ചെയ്യൽ കുറവാണ്. കാരണം 2 ബെഡ്റൂമിലും ബാത്റൂമുണ്ട്. 2 ബാത്റൂമിലും രണ്ടിലും നമുക്ക് ഇതേപോലെ സിങ്ക് കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി മുഖം കഴുകുന്നതും ബ്രഷ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ റൂമിൽ തന്നെ ആയതുകൊണ്ട് ഇവിടേക്ക് വരുത്ത് വളരെ കുറവാണ്. ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്താട്ടോ അധികം ഇത് യൂസ് ചെയ്യാറുള്ളത്. തീരെ ഉപയോഗിക്കില്ല എന്നല്ല, ഉപയോഗിക്കും, പക്ഷേ കുറവാണ്. അപ്പം ആ ഒരു ഏരിയ നല്ല രീതിയിലൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഇതേപോലത്തെ ഈ സോപ്പ് ഡിസ്പെൻസിങ് ആ ഒരു സാധനം ക്ലീൻ ചെയ്തു. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്ന കൈ തുടയ്ക്കുന്ന ടവലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഗ്ലാസ് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. എന്നിട്ട് ഞാനവിടെ വേറൊരു ടവലും മാറ്റി വെച്ചു കേട്ടോ. അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഏരിയ കൂടി ക്ലീൻ ആയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ക്ലീൻ ആക്കിയിടണമല്ലോ. അപ്പം അത് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇങ്ങോട്ട് അടിച്ചു വാരി എടുക്കുകയാണ്. അപ്പം നമ്മുടെ ഒരുവിധപ്പെട്ട പണികളൊക്കെ ഇന്നത്തെ തീർന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കാണിച്ചപ്പോൾ ശരിക്കും ഒരു 10 മിനിറ്റ് കൊണ്ട് 12 മിനിറ്റ് കൊണ്ട് പണി കഴിഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് 1:30-2 മണി വരെ എനിക്ക് പണിയായിരുന്നു കേട്ടോ. പറയുമ്പം ലിവിങ്ങും ഡൈനിങ്ങും മാത്രമേ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളൂ. കാരണം എനിക്കറിയാം എനിക്ക് അത്രേ പറ്റുള്ളൂ എന്ന്. ഞാൻ ഓരോ ദിവസം ഓരോ ഏരിയ വെച്ചിട്ട് ക്ലീൻ ചെയ്യണം എന്നൊക്കെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ലല്ലോ നമ്മളെ ലൈഫ് നമ്മളെ കൊണ്ടുപോകുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന, ഈസിലി ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും അത്ര വലിയ സീരിയസ് ആക്കിയിട്ട് എടുക്കണമെന്നില്ല.
ബാക്കി കാര്യങ്ങളൊക്കെ നടക്കട്ടെ അല്ലേ. ഇതിങ്ങനെ തന്നെയാണ് നമ്മളെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിൽക്കുക. എന്തിനാണോ ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് വെച്ചാൽ അതുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാട്ടോ. അപ്പോൾ അതാ എൻ്റെ ലിവിങ്ങും ഡൈനിങ്ങും നല്ല പക്ക ക്ലീൻ ആയിട്ടുണ്ട്. ബാക്കി ഇഷ്ടംപോലെ പണി കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനതിലും കൂടി എന്നെ തന്നെ ഞാൻ സ്ട്രെസ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത് സമയത്തിനനുസരിച്ചിട്ട് ചെയ്യാം. നോമ്പിലേക്കുള്ള അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു വെക്കുക. ബാക്കിയുള്ളത് പതുക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോമ്പ് തുടങ്ങിയാലും നമ്മൾക്ക് എന്തായാലും ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ചെയ്യാം. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഭാരമായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.